കുറെ കണ്ടന്റ് അതേപോലെ നമ്മൾ എഴുതിയിട്ട് എടുക്കാതെ ഇട്ടിട്ടുണ്ട്. മീൻസ് നമുക്ക് തൃപ്തിയില്ലാതെ കുറെ കണ്ടന്റ് എഴുതി നമ്മളായി കളഞ്ഞിട്ടുണ്ട്. ഈ നമ്മളെ ഈ ക്യാരക്ടേഴ്സ് ഫുള്ളും ജനജയാണെങ്കിലും ചന്ദ്രയാണെങ്കിലും എല്ലാവരും വാപ്പിളി മുക്കി എന്നുള്ള യൂണിവേഴ്സിറ്റി പെട്ട ആൾക്കാരാണ്. പ്രണയം എനിക്കില്ല, പ്രണയമില്ല. ഓപ്പൺലി പറഞ്ഞു, എനിക്ക് പ്രണയമൊന്നുമില്ല. അവന് ഇല്ലെന്നാണ് ജനകാര്യം ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എല്ലാരും പറയും നിങ്ങൾ കുറച്ചും കൂടെ കളർഫുൾ ലൈഫ് അടിച്ചു പൊളിച്ച്. പക്ഷെ എന്തോ പ്രശ്നമായിരുന്നു തോന്നിയിട്ടില്ല. മീൻസ് ചിലപ്പോ ഒരു നിമിഷം കാണുമ്പോ അങ്ങനെ തോന്നും, അല്ലാതെ പുറകെ നടന്നിട്ടോ അല്ലാതെ അതിനെ ആലോചിച്ച് ക്രഷ് മീൻസ് കാണുമ്പോ ഒരു കൊള്ളാം, കുട്ടി കൊള്ളാം എന്നുള്ള രീതിയിൽ അങ്ങനെ, അല്ലാതെ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു ഇതെന്ന് പറയുന്നത് പോകുന്നവരെ പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ വേറൊരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു തരത്തിൽ ഞാൻ ഫോൺ വരും, പിന്നെ മാറി സംസാരിക്കും. എനിക്ക് വിഷമം ഞാൻ ചോദിക്കാൻ പോകും. എന്റെ 2 കൂട്ടുകാരന്മാരുണ്ട്, അവന്മാര് വിളിക്കും എല്ലാവരും ചാടിക്കരുന്നുണ്ട്, നല്ല തള്ളലും ഉണ്ട്. ചേച്ചി സുഖം തന്നെ? ഓ സുഖം തന്നെ. സുഖാണോ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, നമസ്കാരം. യൂട്യൂബില് കോമഡി വീഡിയോസ് ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. പലതും ട്രെൻഡിങ് ആകാറുണ്ട്. ഇവിടെ ഇപ്പം പേരുകൊണ്ട് തന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കോമഡി ടീം എൻ്റെ കൂടെ ഉണ്ട്. ആ പേര് കുറച്ച് റിസ്ക്കിയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉരുളത്തൊരവസ്ഥയാണ്. ഫൺ ടീം 2 ആൾ ഇവിടെ ഉണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ്, എങ്കിലും നൗഫൽ, ഹംദാൻ. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? എനിക്കൊന്നു നിങ്ങളുടെ പേരുകളാണെങ്കിലും ചാനലിന്റെ പേരാണെങ്കിലും ഭയങ്കര കെയർഫുള്ളായിട്ട് പറയണം. ഹംദാന്റെ പേരാണെങ്കിലും ഭയങ്കര കെയർഫുള്ളായിട്ട് സംസാരിക്കണം. എന്താണ് അവസ്ഥ? എന്ത് ഇങ്ങനത്തെ ഒരു പേരിടുന്നതിന്റെ അവസ്ഥ എന്താ? വാപ്പാനെ ഞാൻ കയറി വന്നപ്പോ കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കലിപ്പ് മോളാണോ എന്നൊക്കെ. എനിക്ക് എൻ്റെ 10 മണിക്ക് വരാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഇട്ടിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ കൃത്യനിഷ്ഠമുള്ളവരായതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് പോകുന്നു. അപ്പൊ തന്നെ പണി പാളിയ ഒരവസ്ഥയാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ അർത്ഥം കൂടെ ചോദിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും ഇന്റർവ്യൂ വേണം, ഒന്ന് വേണം, വീട്ടിൽ പോകാൻ പറയും. അതാണ് അവസ്ഥ. ഓക്കെ ആണ്. നിങ്ങൾ 3 പേരാണ്. ഒരാളെവിടെ? ആളെ കാണുന്നില്ലല്ലോ. ആള് എന്റെ അനിയനാണ്, നാദി എന്നാണ് പേര്. പുള്ളിക്കാരൻ തന്നെയാണ് നമുക്ക് ഇന്റർവ്യൂ നമ്മളങ്ങനെ കൂടുതൽ അറ്റൻഡ് ചെയ്യാറില്ല, കൊടുക്കാറില്ല. അപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കൊടുക്കണം, ഞാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ സുരേഷ് കൃഷ്ണയുടെ അവസ്ഥയാണല്ലേ. ഇതിപ്പോ 2ാമത്തെ ഇന്റർവ്യൂ ആണ്. അത് ഇന്റർവ്യൂലുണ്ടായിരുന്നു, വിളിച്ചു വന്നു. പക്ഷെ 2ാമത്തെ ഇന്റർവ്യൂ ഉണ്ട്. ഞങ്ങള് പിണങ്ങിന്ന് പറഞ്ഞേക്ക് ഇതിൽ വരാത്തോണ്ട് കേട്ടാ. ഞാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് അവിടെ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ ബുദ്ധിമുട്ടിച്ചില്ല. ശരി, കൂടുതൽ പഠിപ്പിയും IAS മോഹമുള്ള വ്യക്തിയാണല്ലോ. അതുകൊണ്ട് ആണ് ബുദ്ധി കൂടുതൽ പുള്ളിക്കാണെന്ന് നിങ്ങൾ സമ്മതിക്കുവാണോ? നല്ല സംസാരിക്കാനും കഴിവുണ്ട്, പറയുന്ന കാര്യത്തിന് വ്യക്തത ഉണ്ട്. ശരി, എല്ലാ കാര്യത്തിലും അതിനൊരു പ്ലാൻ ഉണ്ട് എല്ലാത്തിനും. അന്ന് അവിടെ തന്നെ ഇരുന്നോട്ടെ, അവിടെ ഇരിക്കട്ടെ. നമ്മുടെ വൈബിന് ഒത്തു വരും തോന്നുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം എന്താണ്, എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ റീച്ച് ആയപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? സന്തോഷം. പറഞ്ഞെ, ഞാൻ വീഡിയോസ് ഒക്കെ കണ്ട് ഭയങ്കര പ്രതീക്ഷയില ഇങ്ങോട്ട് വന്നത്. എറണാകുളത്ത് നിന്ന് വണ്ടിയും വിളിച്ച് വെളുപ്പാങ്കാലത്ത് 2 മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. സന്തോഷം. ഒറ്റ വാക്കിൽ നിർത്തി. വീഡിയോസ് പ്ലേ ചെയ്ത് ക്യാരക്ടർ ആയാൽ മാത്രമേ ലെങ്തി ഡയലോഗ്സ് വരൂ എന്നുള്ളതാണോ? നല്ല രീതിയിൽ സംസാരിക്കും. ശരിയാണോ? അതിനകത്ത് എന്തൊക്കെ ക്യാരക്ടറാ ചെയ്യേണ്ടത്? കുടുംബശ്രീയിൽ പോണം, പിന്നെ വീട്ടില് കാര്യങ്ങൾ നോക്കണം, പരദൂഷണം പറയണം, എന്തൊക്കെയാ? നിങ്ങളുടെ പേരുകളൊക്കെ ഭയങ്കര വെറൈറ്റി ആണ്. വാപ്പിളി മുക്ക്, മറ്റേ സൂപ്പർ മാർക്കറ്റിന്റെ പേരെന്താണ്? ഒരു സൂപ്പർ മാർക്കറ്റ്, ഓച്ചിറ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഓ, അങ്ങനെ സ്ഥലമുണ്ട്. ഈ വാപ്പിളി മുക്ക് എന്താണ്? ഇല്ല, വാപ്പിളി മുക്കില്ല, അത് നാദിമ ഉണ്ടാക്കിയ ഒരു പേരാണ്. വാപ്പിളി മുക്ക് യൂണിവേഴ്സ്. അതായത് ഈ നമ്മളെ ഈ ക്യാരക്ടേഴ്സ് ഫുള്ളും ജനജയാണെങ്കിലും ചന്ദ്രയാണെങ്കിലും എല്ലാവരും
വാപ്പിളി മുക്കി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി പെട്ട ആൾക്കാരാണ്. അപ്പോഴും അവനാണെങ്കിൽ ഒരു ഫസ്റ്റ് നമ്മള് ലോങ് വീഡിയോസിൽ ഇട്ട ഒരു പേരാണ് ഫ്രീക്ക് എന്നാണ് നമ്മളെ ഫസ്റ്റ് ലോങ് വീഡിയോയുടെ പേര്. അപ്പൊ അതിലിട്ട ഒരു പേരാണ് വാപ്പിളി മുക്ക് എന്ന് പറയുന്നത്. ഇതേപോലത്തെ കഥാപാത്രങ്ങളുടെ പേരും അവൻ തന്നെയാണ് പറഞ്ഞു തന്നു. പിന്നെ നമ്മളെ സജസ്റ്റ് ചെയ്യും, പക്ഷെ കുറച്ചും കൂടെ അവൻ നല്ല രീതിക്ക് പറഞ്ഞു തരും പേര്. നേരത്തെ എഴുതിയിട്ടുണ്ട്, നേരത്തെ അവൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കും ഓരോ പേര്. കോൺസെപ്റ്റുകൾ കിട്ടുമ്പോ എനിക്കൊന്ന് ഉറക്കത്തിൽ കിടന്നിട്ട് ആലോചിക്കും. അപ്പൊ അവർക്കത്ത് കിടന്ന് ആലോചിക്കുമ്പോ ഒരു പേര് കിട്ടും, എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ കോൺസെപ്റ്റും അതേപോലെ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് മനസ്സിലേക്ക് കിടക്കും, അത് കൊള്ളാലോ എന്ന് വിചാരിച്ച് പിന്നെ അത് ആ ഒരു കോണ്ടാക്ട് ആക്കാൻ നോക്കും പേരുകൾ. ഞാൻ ശ്രദ്ധിച്ച വേറൊരു പ്രത്യേകത, ജലജയൊക്കെ പിരിയൊക്കെ ഇത് നിങ്ങൾ കാണണം പരത്തിയിട്ട് ജലജ എന്ന് പറയുന്നത് തട്ട് വിട്ടിട്ട് പൊട്ട് വെക്കുന്നതാണ്. വേറെ കുടുംബശ്രീയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കുസുമം. ഓ എന്റെ കുസുമം. ഈ ഇങ്ങനെ പരത്തി എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താ? പരത്തി കരിയങ്ങ് വരച്ചിട്ട് ഒരു വലിയ വെറൈറ്റി ഒക്കെ വേണ്ടി. എനിക്കെല്ലാത്തിനും താടിയുണ്ട്. അതും എനിക്ക് ഒരു പ്രത്യേകത മാറ്റാൻ പറ്റൂല. കാരണം താടി ഒഴിച്ചിട്ട് ഞാൻ പിന്നെ അടുത്തേല് അച്ഛൻ ക്യാരക്ടർ. എന്നാലും സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു സ്ത്രീവേഷം കിട്ടുമ്പോ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതാണ്. പക്ഷേ ഇത് വിത്ത് താടി. പക്ഷെ താടിയുള്ള അമ്മ എന്നാണ് വിളിക്കണം. ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടമാണ് താടിയുള്ള അമ്മ. ചിലവര് ചോദിക്കും ഇത് ഏത് പെണ്ണാണ് ഇത്രയും താടിയുള്ളത്. അങ്ങനെ താടിയുള്ള അമ്മ എന്നാണ് വിളിക്കുന്നത്. താടിയുള്ള ഉമ്മ, താടിയുള്ള അമ്മ, അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. തട്ടേണ്ട പെണ്ണാണെന്നുള്ള മീൻസ് വേണ്ടിയിട്ട് മാത്രം. ഈ തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പലപ്പോഴും പല തട്ടങ്ങളും നിങ്ങളുടെ പല ടീഷർട്ടുകളാണ് കണ്ടിരിക്കുന്നത്. ടീഷർട്ടാണോ തട്ടമായിട്ട് മാറുന്നത്? ശാന്തയ്ക്കും കുസുമത്തിനും ടീഷർട്ടാണ്. ടീഷർട്ട് അത് ടീഷർട്ട് കൊടുക്കുന്നത് നമ്മളെ ഹെയറിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ഹെയറിന് ഒരു ഇതാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു അല്ല, അത് മനസ്സിലായി. നമ്മളൊരു ഫണ്ടായിട്ട് പറഞ്ഞാണ് മറ്റേ ടീഷർട്ടുകൾ, പല പല ടീഷർട്ടുകളാണ് തലയിൽ ഹെയർ ആയിട്ട് കാണുന്നത്. ഹെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം വിഗ് വെച്ചുകൂടെ ആൾക്കാർ ചോദിക്കില്ലേ? ഫസ്റ്റ് നമ്മള് തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു, പിന്നെ നമുക്ക് പിന്നെ വിഗ് വെച്ച് മാറ്റിയ വേറെ ഏതെങ്കിലും ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് തട്ടമിട്ടാണ് തുടങ്ങിയത്. ഇനിയിപ്പം ജലജയ്ക്ക് വിഗ് വെച്ച് തട്ടോ ഇട്ടാ ഇപ്പൊ നമ്മൾ തന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, ഭവാനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതാ അപ്പോഴേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ പിന്നെ കുറച്ചൊക്കെ ആകാം. പ്രേക്ഷകര് ഞങ്ങള് സംതൃപ്തരാണ് അതുകൊണ്ട്. ഓക്കെ, ഈ കുടുംബശ്രീയിലൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കുടുംബശ്രീ പോയിട്ടുണ്ടോ? കുടുംബശ്രീ പോയിട്ടില്ല, കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉമ്മായി, എന്റെ ഉമ്മ ആണെങ്കിലും കുഞ്ഞുമ്മ ആണെങ്കിലും അവർക്ക് കുടുംബശ്രീ സെക്രട്ടറി ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണല്ലേ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അതിനെ നമ്മള് നമ്മുടെ കോണ്ടന്റ് ആക്കി അതിനെ കുറച്ച് പൊലിപ്പിച്ച് കാണിക്കണം. ചെറിയ തമാശകളായിരിക്കും അവരെന്ന് പറയുന്നത്, അതിന് നമ്മള് പൊലിപ്പിച്ച് വേറെ രീതിയിൽ അതിരുന്ന് ഇങ്ങനെ പരദൂഷണമായിരുന്നു പറയുന്ന വെച്ചാൽ പറയുന്ന വെച്ചാൽ അങ്ങനെ അത് നമ്മൾ കുറച്ച് പൊലിപ്പിക്കണമെന്നേ ഉള്ളൂ. ലോകത്തിലുള്ള കുടുംബശ്രീകൾക്ക് മൊത്തത്തിൽ നിങ്ങളൊരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ. അതിന് കമന്റ് ഞാൻ കണ്ടത് കുടുംബശ്രീ വീഡിയോസ് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് കമന്റ്സ് നിങ്ങൾ കാണാറുണ്ടോ? വായിക്കും. ആരാണ് കൂടുതലും കമന്റ് വായിക്കുന്നത്? അപ്പൊ അമ്മ എഡിറ്റിംഗ് ഒക്കെ ആയിരിക്കുമ്പോ ഞാൻ ഫോൺ വാങ്ങിക്കും. അമ്മന്റെ കയ്യിലാണ്, ഫോണിലാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളത്. അപ്പൊ യൂട്യൂബ് ഞാൻ വായിച്ചിട്ട് കമന്റ് നമ്മളാ കഷ്ടപ്പെട്ടവരിന്ന് വീഡിയോ ദിവസം കണ്ട് കമന്റ് ഇടുന്നതല്ലേ. അപ്പോഴും നമ്മൾ അതേപോലെ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന ആഗ്രഹം പറ്റുന്ന എല്ലാം കൊടുക്കും മാക്സിമം എല്ലാം കൊടുത്തു തീർക്കാറുണ്ട്. നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധിക്കാറുണ്ടോ? നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. നല്ല നെഗറ്റീവ് കമന്റ്സ് മീൻസ് നല്ല രീതിക്ക് നെഗറ്റീവ് കമന്റ്സ് ഉദ്ദേശിച്ച് നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിക്ക് ചെയ്യണം, അങ്ങനെ രീതിയിൽ ആൾക്കാർ പറയും. അതിന് നല്ല പോസിറ്റീവായിട്ട് ചെയ്യും. പക്ഷേ ചില ആൾക്കാർ ഒരു ആവശ്യമില്ലാതെ തെറി വിളിക്കും. കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ തെറി വിളിച്ചോട്ടെ, പക്ഷെ കാര്യം മനസ്സിലാക്കാതെ തെറി വിളിച്ച് ഒരു മാറ്റത്തെ വൃത്തിയുടെ രീതിയിൽ നെഗറ്റീവ് കമന്റ്സ് അത് നമ്മൾ റിമൂവ് ചെയ്യും. അത് കിടക്കുന്ന ഇഷ്ടമല്ല, നമ്മൾ അങ്ങ് റിമൂവ് ചെയ്താണ്. പിന്നെ അല്ലെങ്കിൽ നല്ല നാദി ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കും, റിപ്ലൈ. കാരണം നമ്മളെ ഓരോ വീഡിയോസും കുഴപ്പമില്ല, നമ്മളെടുത്ത് തീരുമ്പോൾ നമുക്കൊരു മനസ്സിൽ ഇത് കൊള്ളാം, കുറച്ചെന്തെങ്കിലും കൊണ്ട് നമുക്ക് തോന്നിയ സാധനങ്ങൾ ഇടുള്ളൂ. കുറെ കണ്ടന്റ് അതേപോലെ നമ്മൾ എഴുതിയിട്ട് എടുക്കാതിട്ടുണ്ട്. മീൻസ് നമുക്കൊരു തൃപ്തി ഇല്ലാതെ കുറെ കണ്ടന്റ് എഴുതുമ്പോഴാണെങ്കിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോഴേ കുറച്ച് നമുക്ക് തൃപ്തി തരുന്ന വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അതിന് നമ്മൾ നെഗറ്റീവ് ആവശ്യമില്ലാതെ വരുമ്പോൾ ഒരു നല്ല രീതിക്ക് പറയാം, പക്ഷെ അത്
ഒരു തെറിയൊക്കെ വിളിച്ചോണ്ട് ചുമ്മാ. അത് കുഴപ്പമില്ല, കണ്ണ് കിട്ടാതിരിക്കട്ടെ. കൊറേ നല്ല പോസിറ്റീവ് കമന്റിന്റെ ഇടയ്ക്ക് കുറച്ചിട്ട് അത് കുഴപ്പമില്ല, പറയുന്നതിന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല രീതിക്ക് പറയുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ നല്ല കുറച്ചും കൂടെ ഇംപ്രൈസ് ചെയ്യണം, കുറച്ചും കൂടെ നല്ല കഥകൾ എടുക്കണം. അപ്പൊ നമ്മളതിനെ ഓഡിയൻസ് പറയുന്നതനുസരിച്ച് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ താടി ഉള്ള അമ്മയുടെ താടി എപ്പോഴേലും വടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്? എല്ലാരും ഇല്ല താടി, പക്ഷെ താടി പിടിച്ചോണ്ട് ഞാനാണെങ്കിൽ ചെയ്തിട്ടുണ്ട്, 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോ പിന്നെ ആൾക്കാർ കാണുമ്പോൾ ഒരുമാതിരി ഇരിക്കും. അപ്പോഴും പറയും താടിയുള്ള അമ്മയാണ് ഇഷ്ടമെന്ന് പറയും. താടി ഞാൻ വെക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും താടിയുണ്ട്. പിന്നെ എനിക്കും താടി, ഞാൻ കുറച്ച് മുടി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ പിന്നെ താടി വളർത്തുന്ന, കുറച്ച് താടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വളർത്തുന്ന. എനിക്ക് തോന്നുന്നു മുടി കൊഴിഞ്ഞത് വരെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് കമന്റിൽ വന്നിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ. എനിക്ക് ഞാൻ 1 വർഷം മുമ്പ് എനിക്ക് മുടി നല്ല കുറവായിരുന്നു. ഇപ്പോൾ 1 വർഷം മുന്നേ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു. അപ്പൊ ഫ്രണ്ട് പോർഷൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഇപ്പം ഈ ജനുവരിയിൽ പോയി സ്റ്റെപ്പായിട്ട് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കും. അതാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 6-7 മാസം കഴിയുമ്പോൾ മുടി വളർന്നു വരും. അതെ, ഫാൻസിനോട് പറഞ്ഞേക്കും 6-7 മാസം കഴിയുമ്പോൾ സുന്ദരനായിട്ട് വരുമെന്ന്. അപ്പൊ ഇവിടെ എന്താണ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് ഈ ക്യാരക്ടറിലോട്ട് ഒന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് എനർജി ആവുമെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഒന്ന് എന്തെങ്കിലും ആ രീതിയിലൊന്ന് സംസാരിക്കാമോ? എന്നോട് എന്തെങ്കിലും പറയാൻ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടോടെ ആളല്ലേ, അപ്പൊ എന്നെ എങ്ങനെയായിരിക്കും ചോദിക്കേ? എന്താണ് ചേച്ചി സുഖം തന്നെ? ഓ സുഖം തന്നെ. സുഖാണോ? സൗണ്ട് ഇന്നലത്തെ നോമ്പ് വിടലിന്റെ പോയിട്ടില്ല, ഹാങ് ഓവർ അതിന്റെ നോമ്പിന്റെ തളച്ചുണ്ട്. അതിന്റെ ഉണ്ടല്ലേ നോമ്പ്, പിന്നെ എഡിറ്റിംഗ് അവനാണ് ചെയ്യുന്നത്. അതിന്റെയൊക്കെ തളച്ചാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരാൾക്ക് ഒരു ഭയങ്കരമായിട്ടൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ കരുതി വന്നതാണ്. മാർച്ച് 28-ാം തീയതിയുടെ ഇതിന് വേണ്ടിയിട്ട്. മാർച്ച് 28 നാദിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളെ പറ്റിച്ചെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടെ വിശ്വാസം അറിയിക്കാം കേട്ടോ. നാദിയുടെ ഇതിപ്പോൾ മാർച്ച് 24-ാം തീയതി, 4 ദിവസം കഴിഞ്ഞ ആളുടെ ബർത്ത്ഡേ ആണ് അല്ലേ? എന്താ നിങ്ങളുടെ പ്ലാൻ എന്താണ്? പ്ലാൻ നമ്മളങ്ങനെ പൊതുവെ ബർത്ത്ഡേ ആഘോഷിക്കാറൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു എല്ലാ ദിവസം പോകുന്ന പോലെ തന്നെ. ചിലപ്പോ അത് കണ്ടന്റ് ആവാൻ സാധ്യത. അന്ന് കണ്ടന്റ് പ്രത്യേകിച്ച് ഇനിയിപ്പോ ബർത്ത്ഡേ ആയിരിക്കും കണ്ടന്റ് അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉള്ളു, അല്ലാതെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറുണ്ട്. ചിലപ്പോ അവൻ എന്തെങ്കിലും ഒരു ഷർട്ട് എടുത്ത് കൊടുക്കും, മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ ഞാൻ ഇവിടെ വന്ന് കണ്ടത് ഇതൊരു നല്ലൊരു ഗ്രാമപ്രദേശമാണ്. അപ്പം അവിടുന്ന് 2-3 ആൾക്കാർ, ലോകത്ത് എനിക്ക് തോന്നുന്നു 1 മില്യന് മേലെ വ്യൂവേഴ്സ് ഉണ്ട് നിങ്ങളുടെ ചാനലിൽ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്ന നിങ്ങളുടെ ഒരു മനസ്സിലെ ഫീലിങ്സ് എന്താണ്? ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മൾ ഒരു ഇത്ര പെട്ടെന്ന് നമുക്ക് ഈ 2ാമത്തെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയാലും. അപ്പോൾ നമ്മൾ മാക്സിമം അപ്പോഴത്തന്നെ മോണിറ്റൈസേഷൻ ഓണായി. പിന്നെ നമ്മൾ ആഴ്ചയോറും ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. നമ്മളിപ്പം ആവറേജ് വ്യൂസ് എല്ലാത്തിനും 5 ലക്ഷം വെച്ചോണ്ട്, എല്ലാത്തിനും വണ്ണം ഇല്ലെങ്കിലും പക്ഷേ നേരത്തെ വീഡിയോസിന് വണ്ണം ആയിക്കോണ്ടിരിക്കുകയാണ്. സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ കുടുംബശ്രീ ടൂർ എന്നാ പോകുന്നേ? ടൂറ് പോകാൻ പറ്റില്ല, ജലജ ഒറ്റയ്ക്ക് പോയല്ലേ. ഇങ്ങനെ ആളുകൾ പറ്റിക്കോ? എന്തുവാ ഇത്? അടുത്ത പ്രാവശ്യം പറ്റിക്കണം. അല്ല, എനിക്ക് തോന്നുന്നു കുടുംബശ്രീയിലുള്ള ഒരിടയ്ക്ക് കുടുംബശ്രീനെ പറ്റി നമ്മൾ കേൾക്കുന്നതാണ് തട്ടിപ്പ് വിട്ടുപോകുന്നത്. ഇവിടെ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് ഇതിന്ന് എത്ര ആദ്യമേ എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അക്ഷയ സെന്ററിന്റെ വീഡിയോസ് അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അക്ഷയ സെന്ററുമായി കണക്ട് ചെയ്തിട്ട്? അക്ഷയ സെന്ററിൽ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും. നമ്മുടെ ഈ ഒരു കോപ്പി എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തപ്പോ അവര് മറ്റേ ഫ്ലെക്സ് അടിക്കുന്ന പോലെ പോസ്റ്റർ അടിച്ചു, അറിയാത്തോണ്ടായിരിക്കും, സൈസ് പിന്നെ ഇത് പോകുമ്പോ സംഭവം ചില സ്ഥലത്തൊന്നും അവർക്ക് അറിഞ്ഞൂടെയായിരിക്കും. എന്താ ഒരു എന്തിനെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സംഭവം അവർക്ക് അറിഞ്ഞൂടായിരിക്കും അപ്ലൈ ചെയ്യും, പക്ഷെ അത് സമ്മതിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ പറയാം അവർക്ക് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ പറയാം. ഇത് ഇനി മറ്റേത് വേണം മറിച്ചത് വേണം എന്നൊക്കെ പറയും. ഭയങ്കര ചെറിയൊരു ഇതായിട്ട് അവർ പറയും. അത് നമ്മൾ പൊലിപ്പിച്ചതിന്റെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇൻസിഡന്റ് ആണ് എങ്കിൽ പോലും റിയൽ ലൈഫിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത ഏതെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾ വന്നിട്ടുണ്ടോ വീഡിയോ ആയിട്ട്? മിക്ക വീഡിയോസും അങ്ങനെ അതിന് നമ്മുടെ ആരെങ്കിലും പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും പറയുന്ന സംഭാഷണത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കാം കോണ്ടന്റ് കിട്ടുന്നത്. റിയൽ സെൻസ് കുറേ ഉണ്ട്.
എപ്പോഴും നല്ല രീതിയിലൊരു യൂട്യൂബ് ചാനൽ പോകുമ്പോൾ നല്ല വ്യൂവേഴ്സ് വരുമ്പം പിന്നെ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ യൂട്യൂബ് വരുമാനം എത്രയായിരിക്കും എന്നുള്ളത്. എല്ലാവരും ചോദിക്കണം. അതെ, റവന്യൂ കുഴപ്പമില്ല, കടച്ചു പോയി പറഞ്ഞുകൂടെന്നാണ് യൂട്യൂബർ ആര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല അങ്ങനൊന്നുമില്ല, എഗ്രിമെന്റ് എഴുതിയത് അങ്ങനെയാണ്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ രഹസ്യമായിട്ട് വെക്കും. നിങ്ങൾ തമ്മിലോ? ഞാൻ യൂട്യൂബ് എന്തായാലും പ്രൊമോഷൻസ് കിട്ടുമ്പോ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് എല്ലാ മാസവും. ഇല്ല, ഇത് എല്ലാവരും വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് ഇപ്പൊ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അപ്പൊ 15 ലക്ഷം രൂപ കിട്ടും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയാലോ വ്യൂസ് കൂടുന്നതനുസരിച്ച് വ്യൂസും അല്ല സ്റ്റേബിൾ അല്ല, വാച്ച് ടൈം അതുകൊണ്ട് അപ്പോൾ ഇതൊരിക്കലും സ്റ്റേബിൾ അല്ല. ചിലപ്പം ഡൗൺ ആവും, ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് മന്ത് വീണ്ടും കയറും, ചിലപ്പോൾ ഡൗൺ ആവും. അപ്പോൾ പ്രൊമോഷൻസ് ഒക്കെ വരും, അതൊക്കെ എടുക്കും. പിന്നെ വീഡിയോസ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത്രയും നാളും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. നമുക്ക് പറ്റുന്ന നല്ല ഇതെല്ലാം ചെയ്യാവുന്ന ഒരു റവന്യൂ നമുക്ക് കിട്ടുന്നു. ഞാൻ മനസ്സിലാക്കിയത്തോളം നിങ്ങൾ 3 ആളേ ഉള്ളൂ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈക്വൽ ആണല്ലോ. അപ്പൊ പിന്നെ അതിനെപ്പറ്റി നിങ്ങൾക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല, എൻ്റെ ഇതിപ്പോ എൻ്റെ കസിനാണെങ്കിൽ അന്നേരം കസിൻ എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് 4. അപ്പോൾ അവർക്കെല്ലാം ഈക്വലായിട്ട് നമ്മൾ പൈസ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ഹംദാനും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, നാലും ഹാപ്പിയാണ്. ഈ വീഡിയോ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ഇവൻറ്റ്സിനും ഒക്കെ വരുന്ന ആൾക്കാരാണ്, ഏതെങ്കിലും സംഘടനയിലുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ഫേസ് ഒരിടത്തും ഈ വീഡിയോയിലല്ലാതെ ഒരിടത്തും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? സമയമല്ല, ഒന്നാമതങ്ങനെ പോവാനായിട്ട് താല്പര്യം എന്തോ വിളിച്ചിട്ടില്ലേ ആരും? ഉറപ്പായിട്ട് മീറ്റപ്പിനൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം ഈ വീഡിയോസ് ഒക്കെ എടുത്തു വരുമ്പോൾ ഒരു ടൈം. അപ്പം നമ്മളിപ്പം ഇത് മെയിൻ സ്ട്രീമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. യൂട്യൂബാണ് ഇപ്പം നമ്മളെ ഏക വരുമാനം. അപ്പോൾ അത് നല്ല വൃത്തിക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിതൊരു ജോലി പോലെയാണ് ചെയ്യുന്നത്. രാവിലെ എണീക്കും 9-9 ആകുമ്പോൾ ഹംദ നമ്മളവിടെ വെച്ചാണ്, എൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇത് ഹംദാൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഹംദാൻ കയറും 9 മണിയാകുമ്പോൾ അങ്ങനെ കണ്ടന്റ് എഴുതും. ചിലപ്പോൾ 2 വീഡിയോസ് എടുക്കും, ചിലപ്പം 1 വീഡിയോസ് എടുക്കുള്ളൂ. അപ്പോൾ എല്ലാം എടുത്തു വരുമ്പം ആ ഒരു ദിവസം അങ്ങ് പോകും. അപ്പൊ നാളെ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ ഇന്ന് നമ്മൾ പണിയെടുക്കണം. അപ്പൊ ഇനി പണിയെടുക്കണം, പാടല്ലേ. അപ്പോഴേ അങ്ങനെ വേറെ നമ്മളിപ്പോ കൊച്ചി വേറെ എവിടെയെങ്കിലും വെച്ച് പോകണമെങ്കിൽ തന്നെ ഒരു 2-3 ദിവസത്തെ യാത്ര ഇത് കാണും. അപ്പോഴേക്കും ആ 3 ദിവസത്തെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. അപ്പോഴേ നൈസായിട്ട് ആ പരിപാടി ഒഴിവാക്കിയാൽ പിന്നെ പതുക്കെ പോയതിന്റെ ക്ഷീണം വയ്യ, മൊത്തത്തിൽ വയ്യ. എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഇങ്ങനെ പണിയെടുക്കാതെ വേർപ്പിന്റെ ഇതില് വേണ്ടി മാക്സിമം പണിയെടുക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെ പലപ്പോഴും കണ്ടിട്ടുള്ള കളർഫുൾ ലൈഫാണ് യൂട്യൂബേഴ്സിനെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭയങ്കര എളിമയുടെ നിറകുടങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അങ്ങനെ പോവാൻ നമ്മളവിടെ സിനിമ കാണാൻ പോകും. അത് നെടുമങ്ങാടാണ് പോകണം, തൊട്ട് ഒരു 18 കിലോമീറ്റർ ഉള്ളു. പിന്നെ പോണത് നമുക്ക് 2-3 ഫ്രണ്ട്സും ഉണ്ട്, കൂട്ടുകാരന്മാരുണ്ട്. അവരടുത്ത് കാറിൽ ലുലു മാൾ കറങ്ങാൻ പോകും. ഇങ്ങോട്ടൊക്കെ പോയാൽ ലാസ്റ്റ് എത്തുന്ന ലുലു മാളായി. പ്ലാൻ ചെയ്യുന്നത് എവിടെയൊക്കെയാണെങ്കിലും ലുലു മാളിലൊക്കെ പോകും, അതേ ഉള്ളൂ. കളർഫുൾ ലൈഫ് എന്നാണ് എല്ലാരും പറയും, നിങ്ങൾ കുറച്ചും കൂടെ കളർഫുൾ ലൈഫ് അടിച്ചു പൊളിച്ച്. പക്ഷെ എന്തോ വെറുതെ എന്തിന് കൂടുതൽ പിശുക്കാരായിരിക്കും. വീട് വെച്ച് തന്നെ നമ്മുടെ യൂട്യൂബിന്റെ പൈസ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല എല്ലാം ഉണ്ട്, പക്ഷെ ആ പൈസ ഉള്ളതുകൊണ്ടാണ് വീടൊക്കെ വെച്ച് നമ്മളെ ആവശ്യത്തിന്. നമ്മളിപ്പോ ഒരു കാർ എടുത്ത്, ഞാൻ ഇപ്പൊ ഒരു കാർ എടുത്ത്, പിശുക്കൊന്നുമില്ല, ആവശ്യത്തിന് ചെലവാക്കും. ആഡംബരം വേണ്ട എന്നുള്ള ഒരു ഇതുണ്ട്. വെറുതെ എന്തിനു അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ. ദാനശീലരും കൂടെയാണ്. ദാനശീലം ഭയങ്കര ദാനശീലം, അങ്ങനെ കമന്റിലൊക്കെ മെസ്സേജ് ഇപ്പം കിക്ക് പോലുള്ള വലിയ സംഘടനകളുണ്ട് യൂട്യൂബേഴ്സിന്റെ. അവരിപ്പോ ക്രിക്കറ്റ് ടൂർണമെന്റ്, സിനിമ നിർമ്മിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലെങ്കിലും അതിന്റെ പാർട്ടാകണം എന്ന് തോന്നിയിട്ടില്ലേ? എങ്ങനെയാണ് അവരുടെ ഒപ്പം ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം? നമുക്കിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേ ഉള്ളൂ. എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട് അതില്. നമുക്ക് എന്തെങ്കിലും ഇപ്പം വീഡിയോ പരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മൾ ചോദിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് ബന്ധമുള്ള സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരായിട്ട് നമ്മള് നല്ല ടൈപ്പാണ്. നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ നല്ല
അടുപ്പമാണ്, നല്ല രീതിക്ക് അടുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഐ ആം നോൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. പിന്നെ ആക്ടർ മോൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മൾ നല്ലൊരു സപ്പോർട്ട് ചെയ്തു. അതായത് നമ്മളെ തുടക്ക സമയത്ത് നല്ലൊരു സപ്പോർട്ട് ചെയ്ത പുള്ളിക്കാരനാണ്. കുറച്ചു പേരൊക്കെ നല്ല പുറത്തുള്ള ആളുകളെ പറ്റിയുള്ള സപ്പോർട്ടിനെ പറ്റി സംസാരിച്ചു. ഇവിടെ ഉമ്മയാണ് ചാനലിന് പേരിട്ടതെന്ന് അറിയാം. ഞാൻ ഉമ്മയെ കാണുമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ചാനലിന് പേരിട്ടത് ഉമ്മയാണ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഉമ്മയും വാപ്പിയും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം? നല്ല സപ്പോർട്ടാണ്. അവരെല്ലാ വീഡിയോസും കാണാറുണ്ട്. പാപ്പയാണെങ്കിലും കൊച്ചാപ്പാണെങ്കിലും എല്ലാ വീഡിയോ ഇട്ട് അപ്പം തന്നെ ഫോൺ എടുത്ത് കാണട്ടെ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടോ വീഡിയോസ്. പിന്നെ എല്ലാം നല്ല സപ്പോർട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചില ആൾക്കാർ നെഗറ്റീവ്സ് പറയും, പുറത്തുള്ള ആൾക്കാർ നെഗറ്റീവ്സ് അല്ല നമ്മുടെ വേറെ പണിക്കൊക്കെ പൊയ്ക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നെ നമ്മളത് കാര്യമാക്കാറില്ല. ഓക്കെ, അവർ പറഞ്ഞത് പറഞ്ഞു പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വേറെ കുഴപ്പമൊന്നും. എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാം. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ടും യൂട്യൂബ് വരുമാനമാണ്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ മക്കളെ വേറെ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. എന്തിനാ കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. ചോദിക്കാറുണ്ട്. അത് ചോദിക്കുമ്പോ ചോദിക്കാറുണ്ട്. സംഭവം ചിലവർ നല്ല രീതിക്ക് ചോദിക്കും. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എന്തുവേണം സംഭവിക്കുക. അപ്പോഴേ ഒരു ബാക്കപ്പായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കൂട്ടുന്ന ആൾക്കാർ ചോദിക്കും. അത് നല്ല രീതിക്ക് ചോദിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളൊരു ഇതെന്ന് പറയുന്നത് പോകുന്നവരെ പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ വേറൊരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ടെക്നിക്കലി നിങ്ങൾ എന്തൊക്കെയാ സ്റ്റഡി വൈസ് എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. BSc കെമിസ്ട്രിയാണ്. അതിപ്പോ 2020 ഞാൻ കഴിഞ്ഞതാണ്. പിന്നെ കോവിഡ് ഒക്കെ വന്ന് പിന്നെ അത് ഞാൻ BSc കെമിസ്ട്രി കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഓൺലൈൻ കോഴ്സ് തന്നെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ചെറിയ ജോലി, ഒരു കൊറിയർ ബോയ് ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നുണ്ട്. BA ഇംഗ്ലീഷ് വലിയ ആളാ. ഇംഗ്ലീഷ് ടോക്കിയാലേ സംസാരിക്കുള്ളൂ. നമുക്കത് ഇംഗ്ലീഷിൽ ടോക്കിയാലോ? ഇല്ല, ഒരു തരത്തിലും ഞാൻ വാതുറക്കൂല. IELTS പഠിക്കാൻ പോകണം. എന്താണ് ഗ്രാമറൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തെറ്റൂന്ന് എനിക്കും അറിയത്തില്ല. ചുമ്മാ ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ. നിങ്ങളെങ്ങാനും ഇംഗ്ലീഷ് ടോക്കിയാ കാരണം ഞാൻ പടന്ന് ഇവിടെ ഉരുളും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഇതിന് പുറമെ വേറെ എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ചിന്തയിലും അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും സൈഡായിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ട്? എന്തായിരിക്കും തുടങ്ങുകയാണെങ്കിൽ? ഓൺലൈൻ സ്റ്റോർ, നമുക്ക് ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല ഒരു ഐഡിയ ഇല്ലെങ്കിൽ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നല്ല ഐഡിയ വേണം, ഒരു എന്താണ് ചെയ്യുന്നത് ഒരു ധാരണ വേണം. അപ്പോൾ എല്ലാം ഒത്തു വന്നിട്ട് ചെയ്യാൻ വേണ്ടി എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാം സെറ്റായിട്ട് നമ്മൾ തുടങ്ങാം. ഇനി ചോദിച്ച ആൾക്കാരോട് ഞങ്ങൾ വേറെ പരിപാടി ഉണ്ടെന്നും കൂടെ പറയാലോ. അതുപോലെ തന്നെ നിങ്ങൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. സിനിമയിൽ നിന്നും വിളികളൊന്നും വന്നില്ലേ? സിനിമയിൽ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു വലിയ സംഭവമൊന്നും അല്ലെങ്കിലും അത് എനിക്കൊരു എന്തുവാണ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ചോദിക്കണം ഇംഗ്ലീഷ്. ഞാൻ ബ്ലാക്ക് ഔട്ട് ആവും. എക്സ്പീരിയൻസ് ആയിരുന്നു അതേ ഉള്ളൂ. ഒരു ചെറിയൊരു പിന്നെ ഹംദാന് ഒരു ചെറിയ ഒരു സിനിമ ഒരു ഓഡീഷന് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ സിനിമയല്ല, ഓഡീഷന് വന്നിട്ട് പോയതുമാണ്. പിന്നെ അവര് കോണ്ടാക്ട് ചെയ്തു വേറെ എന്തെങ്കിലും. വിഷമുണ്ടോ കിട്ടാത്ത? അത് തന്നെ ഞാൻ രാവിലെ എന്നെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞത്. എന്നെ രാവിലെ പോയി എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് അഭിനയിക്കുമെന്ന് നമുക്കറിയാലോ. ഇപ്പത്തെ മിണ്ടാതിരുന്ന് അഭിനയിക്കുന്നില്ലേ? നന്നായിട്ട് അവിടെ അഭിനയിക്കുന്നു, ഇവിടെ അഭിനയിക്കുന്നു. വാ മിണ്ടാത്ത ഞാൻ ഊമയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ മോഹൻലാലും മമ്മൂട്ടി വിജയ് ആണെന്നൊക്കെ എനിക്കറിയാം. അപ്പം മമ്മൂക്കയുടെ പടം വരുന്നത്, ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പടം വരുന്നുണ്ട്. എങ്കിലും ലാലേട്ടൻ്റെ പടം ഉടനെ വരാൻ പോവാണ്, എമ്പുരാൻ. എന്താണ് പ്രതീക്ഷകൾ? കാണാൻ പോകുന്നുണ്ടോ? ബുക്ക് ചെയ്തു ഫസ്റ്റ് വർഷം 27-ാം തീയതി ബുക്ക് ചെയ്ത് 10 മണിക്കുള്ള ഷോയ്ക്ക് ഏരിയസ് ഫ്ലെക്സ് തിയേറ്ററിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നാദിം ഹംദാനും നാദിം പിന്നെ കൂട്ടുകാർ 2-3 കൂട്ടുകാരുണ്ട്. എന്താ പ്രതീക്ഷകൾ? എന്താണ്? പിന്നെ ഭയങ്കര സംഭവമായിരിക്കും. ഹൈപ്പ് വെക്കാൻ പാടില്ലെന്നാണ് പൃഥ്വിരാജ്.
ഇന്ത്യൻ സിനിമ, നമ്മളെ മലയാള സിനിമ വേറെ തലത്തിലെത്തും ഈ സിനിമ പറയുന്നത്. ഓക്കെ. അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? എന്തായിരിക്കും? നെർവസ് ആയി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ നോയിക്കൊണ്ടിരിക്കും. മാക്സിമം നല്ലൊരു അഭിനയിക്കാൻ ശ്രമിക്കും. ശരി, ലാലേട്ടൻ വേണോ മമ്മൂക്ക വേണോ വിജയ് വേണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആരുടെ കൂടെ അഭിനയിക്കും? ലാലേട്ടൻ ലാലേട്ടൻ വിജയ് ഭയങ്കര, മമ്മൂക്ക ഇഷ്ടമാണ്, പക്ഷെ ലാലേട്ടൻ വിജയ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയോ? മോഹൻലാൽ. ലാലേട്ടൻ വിട്ടുള്ളൊരു കളിയില്ല, ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പോൾ ഫ്യൂച്ചർ പരിപാടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നില്ല, ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ലൈഫിനെ പറ്റിയുള്ള ഫ്യൂച്ചർ പരിപാടീസ് എന്താണ്? എങ്ങനെയാണ് നിങ്ങളുടെ ഇത് വീഡിയോസിൽ മാത്രമേ പ്രണയവും ഫാമിലിയൊക്കെ ഉള്ളൂ? റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രണയം എനിക്കില്ല, പ്രണയം ഇല്ല. ഓപ്പൺലി പറയണം, എനിക്ക് പ്രണയമൊന്നുമില്ല. അവന് ഇല്ലെന്നാണ് എൻ്റെ അടുത്ത് എന്താന്ന് പോലും അറിയത്തില്ല. എങ്കിലൊക്കെ കഴിഞ്ഞു പോണം. ഓർത്തത് ഇതൊരു തുടക്കമാവട്ടെ. ഹംദാന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കും? പെണ്ണില്ല, എനിക്ക് പെണ്ണില്ല, മറ്റേ തൊപ്പിയുടെ അവസ്ഥയായിരിക്കും ലാസ്റ്റ്. നമുക്ക് പെണ്ണില്ലടാ, നമുക്ക് പെണ്ണില്ലടാന്ന്. എന്നാലും ഒരു സങ്കല്പം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ചേട്ടനുള്ളതുകൊണ്ടല്ല. അല്ല, നമ്മള് 4 പേരുള്ളൂ, 4 പേരായിട്ട് സുഖമായിട്ട് ജീവിച്ചു. സത്യാണോ? ഇത് പണ്ട് വല്ല പ്രണയം പൂട്ടിയിട്ടുണ്ടോ? നമ്മൾക്ക് പറയാറില്ല. ഫോൺ വരും, പിന്നെ മാറി സംസാരിക്കും. അതെന്റെ എനിക്ക് വിഷമം വരുന്നോണ്ട് ഞാൻ ചോദിക്കാൻ പോകും. എന്റെ 2 കൂട്ടുകാരന്മാരുണ്ട്, അവന്മാര് വിളിക്കണം. കൂട്ടുകാരന്മാരാണെന്ന് പറഞ്ഞിട്ട് മാറി അറിയില്ല. എന്നെ അവന്മാര് മാത്രമേ വിളിക്കുള്ളൂ. ഞാനൊരു പറയാം, ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാം. ചേട്ടനോട് കുമ്പസാരിക്കണോ? ഇല്ല, വേണ്ട. പലപ്പോഴും പലരും താടി കാണുമ്പോ ചോദിക്കുന്നത് ഇത് നഷ്ടപ്രണയമാണോന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഉണ്ടോ അങ്ങനെ? ഇല്ല, പ്രണയമേ ഇല്ലെന്നുള്ളത്. സമയം പോലും കിട്ടിയില്ല. സമയം വീഡിയോ എടുക്കാൻ തന്നെ സമയമില്ല, പിന്നെയാണ് തോന്നിയിട്ടില്ല. മീൻസ് ചിലപ്പോ ഒരു നിമിഷം കാണുമ്പോ അങ്ങനെ തോന്നും, അല്ലാതെ പുറകെ നടന്നിട്ടോ അല്ലാതെ അത് ഞാൻ ആലോചിച്ചു. ക്രഷ് ഉണ്ടായിട്ടുണ്ട്. ക്രഷ് മീൻസ് കാണുമ്പോ ഒരു കൊള്ളാം, കുട്ടി കൊള്ളാം എന്നുള്ള രീതിയിൽ അങ്ങനെ, അല്ലാതെ പുറകെ നടന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, അല്ല ഞാൻ പുറകെ നടന്നോന്ന് ചോദിച്ചില്ല, ഞാൻ ചോദിക്കാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞല്ല. ഞാൻ അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചാൽ എന്നെ കമന്റില് ആൾക്കാർ കീറും, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഒരു സങ്കല്പം ഉണ്ടാവില്ല ലൈഫിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ല, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഉമ്മായും പാപ്പയും എല്ലാവരും ഒരേപോലെ നോക്കുന്ന പ്രശ്നങ്ങളൊന്നും വൈബിനൊത്ത. പിന്നെ അവരവരുടെ ഇഷ്ടങ്ങളാണ് ഓരോ കാര്യം, അവരുടെ ഇഷ്ടം അങ്ങനെ. അപ്പം നിങ്ങളുടെ ടീമിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുവാണെങ്കിൽ, പെണ്ണുങ്ങളുടെ ക്യാരക്ടേഴ്സ് എല്ലാം നിങ്ങൾ മാറിയാണ് ചെയ്യുന്നത്, അതല്ലാതെ ഒരാളെ കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം, ഇപ്പൊ നമുക്ക് കുറെ ന്യൂസുകൾ നമ്മൾ കാണില്ലേ, ഇൻസ്റ്റാഗ്രാമേഴ്സിന്റെ ഒക്കെ, അപ്പോഴത് എത്രമാത്രം അത് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് അറിയാതെ ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ. പുറത്തുനിന്ന് ഒരാളെ വരുമ്പോ അത്രയും നല്ല കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യണം കാര്യങ്ങൾ. അപ്പോഴേ ഇപ്പൊ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു നല്ല വീഡിയോസ് സെറ്റ് ചെയ്ത് ആൾക്കാരെ കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പ്ലാനുണ്ട്. അല്ല, നല്ല കോൺസെപ്റ്റിൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോഴും നമ്മളെ പെൺകുട്ടികളെയൊക്കെ ഓഡിഷൻ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇല്ലെന്നേ ഉള്ളു, ചിലപ്പോ ഫ്യൂച്ചറിൽ കൊണ്ടുവരാം. ഓക്കെ. ഇനി ഇത് വലുതാക്കും തോന്നുന്നു. 3 പേരുള്ളത് നിലയിൽ വലുതാക്കാനാണ് ആഗ്രഹം. നടക്കട്ടെ. പിന്നെ നമുക്കിപ്പം ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും പിന്നെ ഇപ്പം വേറെ ആൾക്കാരോട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ ആ ക്യാരക്ടേഴ്സ് ആൾക്കാർ കണ്ടിപ്പോ ചന്ദ്രി, ജലജ, രഘു, ആ ക്യാരക്ടേഴ്സ് ആൾക്കാർ കണ്ടുപോയി. ഇനിയിപ്പോ ആ ക്യാരക്ടേഴ്സ് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് വരുമ്പോ പേര് വരുമ്പോഴേക്കും വേറെ ആൾക്കാർ വെച്ച് ചെയ്യാൻ പറ്റും. ഈ ഉമ്മേനെയും വാപ്പീനെയും ഒക്കെ ഇതിലേക്ക് വിളിച്ചിട്ടില്ലേ? വീഡിയോയിലേക്ക് വ്ളോഗിലുണ്ട്. അഭിനയിക്കാൻ വിളിപ്പിച്ചിട്ടില്ല? ഇല്ല.
നമ്മൾ തന്നെയാണ് അമ്മ വാപ്പ അല്ല അവരുടെ മാനേഴ്സ് ഒക്കെ നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഈ ഉമ്മയുടെയും വാപ്പയുടെയും മാനേഴ്സ് ഒക്കെ തന്നെയാണ്. ഒറിജിനൽ വന്ന കോമ്പറ്റീഷൻ. എന്താണ് ഒറിജിനൽ വന്ന കോമ്പറ്റീഷൻ. ഓ പ്രശ്നമാകും. മറ്റേ ഫാമിലി വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ട്, ആനയെ മേടിക്കാൻ പോകുന്ന കഥയൊക്കെ. പാവം വാപ്പ. അതിപ്പോ ഇന്റർവ്യൂ നടക്കുമ്പോഴാണെങ്കിൽ ഇടയ്ക്ക് എന്നെ വിളിക്കുമെന്ന് അറിയാനാണോന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പം എനിക്കിത് അറിയേണ്ടത്, നിങ്ങളിപ്പം ഒരു ടീമായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സിനിമയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്? ഫ്യൂച്ചറിൽ സിനിമയൊക്കെ വരാൻ ചാൻസ് ഒന്നും അറിയത്തില്ല. അത്രയുള്ള നമുക്ക് ആഗ്രഹിക്കാലോ. ആഗ്രഹമുണ്ട് ഉറപ്പായിട്ട്. ഇത് നമ്മുടെ കൂടുതലും എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം. അവൻ എന്തായാലും അഭിനയിക്കാനല്ലേ താല്പര്യം. അത് എഴുത്തുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അംദാൻ എന്തു പ്രശ്നമുണ്ട് വന്നപ്പോ തൊട്ടുള്ള ആളുടെ പ്രശ്നമാണ് എന്താന്ന് പറയുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്നെ പറയും ആ പെണ്ണ് എന്ത് ചെലപ്പാണെന്ന് പറയും, അവസരം കൊടുത്തില്ല എന്ന് പറയും. എന്നെ പറയൂലല്ലേ? അതെ, അതാണ് പറയാണ്ടിരിക്കാനാണ്. ആണല്ലേ? സൈക്കോളജിക്കൽ മൂവ് ആണോ ഇത്? ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ബിഹൈൻഡ് ദി സീനും കൂടെ ഷൂട്ട് ചെയ്ത് വെക്കണം, എന്നാലേ ശരിയാവുള്ളൂ അല്ലേ? എന്നിട്ട് എനിക്ക് അയച്ചു തന്നാ മതി, ഞങ്ങൾ വീട്ടിലാക്കിക്കോളാം. നോമ്പിന്റെ കാഠിന്യം കൊണ്ടാണോ അതോ പൊതുവെ ഇങ്ങനല്ലെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്, എന്ത് പറ്റിയെന്ന്. ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലാണെങ്കിൽ നമ്മള് വന്നിട്ട് ഒരു 2 മണിക്കൂറായില്ലേ? ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ വീണ്ടും മറ്റേ ഈ ആംബിവേർട്ട് ഭയങ്കര തള്ളലായി, ഭയങ്കര തള്ളലായിരുന്നത്. പാട്ട് പാടാൻ പറ്റില്ലേ? എഴുത്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് എഴുതാൻ അറിയാം, എഴുതുള്ളൂ സാറേ, വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ വെറുതെ തന്നെ. ചെറിയ ചെറിയ കുട്ടി കഥകളൊക്കെ ആ കല വളർന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടെ സെലിബ്രിറ്റീസ് ആരെങ്കിലും മെസ്സേജ് അയക്കോ പറയാ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്? വേറെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ബബിത ബബി എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ആ പുള്ളിക്കാരി നല്ല കോണ്ടാക്ട് ഉണ്ട്. നേരത്തെ പറയാൻ മറന്നു, ഇൻഫ്ലുവൻസേഴ്സിൽ കോണ്ടാക്ട് ഉള്ള ബബിത ബബി സംശയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ചോദിക്കും. നമ്മളിവിടെ നല്ല നേരിട്ട് കണ്ടൊന്നുമില്ല, പക്ഷെ വാട്സാപ്പിലൂടെ മെസ്സേജ് പിന്നെ എനിക്ക് മെസ്സേജ് കുറെ പേരുണ്ട് സെലിബ്രിറ്റീസ്. വേറെ സിനിമയിലുള്ളവര് സീരിയൽ ആക്ട്രസ് നമുക്ക് മെസ്സേജ് കൊള്ളാമെന്ന് പറഞ്ഞു നേരത്തേക്ക് അയച്ചിട്ടുണ്ട്. കമന്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം റീലും ഡാൻസ് നമ്മളൊരു ഈ ജലജൻ ചന്ദ്രയുടെ വേഷത്തിൽ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. 1 വർഷം മുന്നെയാണ്. അതിലൊരു ആ സിനിമയിലെ ഡയറക്ടർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കമന്റ് വരാറുണ്ട്. നിങ്ങളുടെ പ്ലേ ബട്ടൺ വരുന്ന വീഡിയോയ്ക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ടായിരുന്നു? ഗോൾഡൻ നമുക്ക് ഒരു ചെറിയ പ്രശ്നം കാരണം, നമ്മളൊരു ഇത് കാരണം വൈകി, മീൻസ് ഒരു ക്രൈറ്റീരിയ നമ്മൾ ഇത് ചെയ്തു യൂട്യൂബിന്റെ. അപ്പം അതൊരു വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇനി ഒരു വർഷം അങ്ങനെ ഒരു റിസ്ക് ഒക്കെ ഉണ്ടല്ലേ? ക്രൈറ്റീരിയ അനുസരിച്ചേ പോവുള്ളൂ. ഏത് ക്രൈറ്റീരിയ നിങ്ങൾ തെറ്റിച്ചത്? നമുക്കൊരു സ്ട്രൈക്ക് മീൻസ് വാണിംഗ് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. നമുക്ക് ഏതോ ഒരു ഇതിലാണെങ്കിൽ ലിങ്ക് എന്തോ മാറിയിട്ട ഒരു പ്രശ്നമായി. അപ്പോ സ്ട്രൈക്ക് വന്നാൽ പിന്നെ 1 വർഷം കഴിഞ്ഞാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യൂട്യൂബ് നമ്മൾ AI സംസാരിച്ച് അവർ പറഞ്ഞത് അങ്ങനെയാണ്, 1 വർഷം കഴിഞ്ഞാലേ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. നിങ്ങൾ ഈ കുട്ടികളുടെ വേഷത്തിൽ വരുമ്പോഴേ ആ ഭാഗം എഡിറ്റ് ചെയ്യുന്ന ഈ അംദാനാണോ? അല്ല, അത് നമ്മുടെ സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ചിട്ടാണ് സ്നാപ്ചാറ്റ് കുട്ടികളുടെ ബേബി ഫേസ് മനസ്സിലായി. അത് വെച്ച് ശബ്ദം നമ്മൾ പിന്നെ എടുക്കുന്നതാണ്. നിങ്ങൾ ശബ്ദം കൊണ്ടും പല മാജിക്കും കാണിക്കുന്നുണ്ട്. പല പെണ്ണുങ്ങളുടെ ഉണ്ട്, പെണ്ണുങ്ങൾ തന്നെ വേറെ പല തരത്തിലുള്ള പെണ്ണുങ്ങളുണ്ട്, വാപ്പ പലതരത്തിലുണ്ട്. അതും ഒരു കഴിവാന്ന് തോന്നുന്നു അല്ലേ? ചെറിയ ചെറിയ ചിലപ്പം ശബ്ദം നമുക്ക് എല്ലാം
നമുക്ക് ഇപ്പം എല്ലാവരുടെയും ശബ്ദം ഒരേപോലെ തോന്നണമെങ്കിൽ ചെറിയ മേക്കപ്പിൽ വ്യത്യാസം വരുത്തും. പിന്നെ ഈ ശബ്ദം ചെറിയൊരു സ്ക്രാച്ചിൽ തൊണ്ടയിൽ വരുത്തും, മീൻസ് പറയാൻ പഠിക്കും, അപ്പോഴും വേറൊരു ശബ്ദമായി മാറും. പിന്നെ നമ്മള് ഈ വീഡിയോസിൽ ഷോർട്സിൽ നമ്മളെ ശബ്ദം ഇതല്ല, കേൾക്കുന്ന ശബ്ദമല്ല ഷോർട്സിൽ. അത് നമ്മൾ ഈ 1 മിനിറ്റ് കണ്ടന്റ് നിൽക്കൂല. നമ്മളിപ്പം 3 മിനിറ്റ് ഇപ്പൊ ഷോർട്സിൽ ഇടാൻ പറ്റും, പക്ഷെ നമ്മൾ കൂടുതൽ 1 മിനിറ്റ് വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പോഴ് 1 മിനിറ്റ് വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മൾ സ്പീഡ് അടിക്കുന്നതാണ്. അപ്പോഴൊരു 59 കുറച്ചും കൂടെ സൗണ്ട് മാറും, സ്പീഡ് കൂടുമ്പോൾ ശബ്ദം മാറും. ഈ മേക്കപ്പ് പോലെ തന്നെ നിങ്ങളുടെ ചർച്ച ആവേണ്ട സാധനമാണ് നിങ്ങളുടെ കോസ്റ്റ്യൂംസ്. ഇത് എവിടുന്നാണ്? ഉമ്മയുടെ നൈറ്റി ആണോ അതോ? കോസ്റ്റ്യൂം അങ്ങനെ കൂടുതലും ഒരു ഇത് നൈറ്റി ഷോള് ഫുൾ ഷോട്ട് കാണിക്കുമ്പോഴേ നൈറ്റി കാണിക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മള് ടീഷർട്ട് ഇട്ടിട്ട് പിന്നെ ഷോൾ ഇടുന്നതേ ഉള്ളൂ. ഓക്കെ. പലപ്പോഴും ചിന്തിക്കാം, പൊട്ടൊക്കെ വെക്കുമ്പോഴേ ഒരു സൈഡിലേക്കൊക്കെ മനഃപൂർവ്വം മാറ്റി വെക്കുന്നതാണോ? പൊട്ടൊക്കെ ചിലപ്പോ സ്റ്റിക്കർ പൊട്ടി ഇവിടെയൊക്കെ ആയിരിക്കും ഞാനാണ് ഇത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത്. പൊട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കെയർഫുൾ. അടുത്ത വീഡിയോ തൊട്ട്. ഓക്കെ. അപ്പം എന്തായാലും കുറച്ചധികം സമയമായി, ഒരാൾ മിസ്സിംഗ് ആണ്, ആളെ നമ്മൾ എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് വരട്ടെ. നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അമ്മ കുറച്ചും കൂടെ സംസാരിച്ച് തുടങ്ങട്ടെ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒരു വരവ് വരേണ്ടി വരും. അപ്പം ഞങ്ങൾ കൊച്ചിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ സമയത്തേക്ക്. അപ്പം എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക്സ് സോ മച്ച്. താങ്ക് യു.